ഈ റിജിൻലാൽ ഗൾഫിൽ പോയതിനു ശേഷം മറ്റൊരു യുവതിയുമായി ഈ റിജിൻലാലിന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഇതറിഞ്ഞ് സോന ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. വടകര റെയിൽപാളത്തിൽ ആത്മഹത്യ ചെയ്യാനായി എത്തിയപ്പോൾ പോലീസാണ് സോനയെ രക്ഷപ്പെടുത്തുന്നത്. തുടർന്ന് ഈ സംഭവത്തിൽ കേസ് കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞതിനനുസരിച്ചാണ് സോന റിജിൽ ഇന്നലെ രാത്രിയിൽ കോഴിക്കോട് ഓടുന്ന വാഹനത്തിന് തീപിടിച്ച് പുറകിലത്തെ കാറിന്റെ പുറകിലത്തെ സീറ്റിലിരുന്നിരുന്ന സോന എന്ന 7 മാസം പ്രഗ്നന്റ് ആയ സ്ത്രീ മരണപ്പെടുന്നു. അവരുടെ ഭർത്താവാണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത് റിജിലിന് സ്വന്തം ഭാര്യയെ മനഃപൂർവ്വം ഒന്നില്ലാതാക്കാനുള്ള വൈരാഗ്യം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. കടക്ക് പുറത്ത് എന്ന് ഞാൻ പറയില്ല, മാന്യമായിട്ടുള്ള കമൻറ്റുകൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാനും ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. റിജിൽ സോന മെയിൻ സ്ട്രീം ചാനലുകൾ വഴി തന്നെ നിങ്ങൾ വാർത്ത അറിഞ്ഞതായിരിക്കും. ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതാണ്. എന്നാൽ ഇന്ന് ഈ നിമിഷമായപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. വെറുതെ ഒരു കാർ ആക്സിഡൻറ്റ്, ഒരു കാറിന് തീ പിടിച്ച് മരിച്ചതല്ല സോന എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുണ്ട്. നമുക്കൊരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നലെ സംഭവിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നിട്ട് പുറകിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കാനുള്ള വൈരാഗ്യം റിജിലിനുണ്ട് എന്നൊരു വാക്ക് ഞാൻ പറയണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഞാൻ വ്യക്തമാക്കി തരാം. നമുക്കിതാ ഇവിടുന്ന് തുടങ്ങാം. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിങ്ങിനും തകരാറുകളില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടാകുന്നത്. കക്കറമുക്ക് സ്വദേശിയായ സോനയാണ് മരിച്ചത്. 7 മാസം ഗർഭിണിയായിരുന്നു സോന. ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതും കാർ ഓടിച്ചിരുന്ന ഭർത്താവ് റിജിലിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിലാണ് നിർണായക കണ്ടെത്തൽ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. പിന്നെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. നിലവിൽ ഇന്ധന ടാങ്കിനും അതുപോലെ തന്നെ കാറിനുള്ളിലെ വയറിങ്ങിനും യാതൊരു തകരാറില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാറിന് പിന്നിൽ നിന്നാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് എന്നാണ് ഫോറൻസിക് സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിനായി കാറിനുള്ളിലെ കൂടുതൽ സാമ്പിളുകൾ ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇനി എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ഒരു ശബ്ദം, ഈ അപകടം ഉണ്ടായ സമയത്ത് ഒരു വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ സ്ഥലത്തേക്ക് ഓടി എത്തുന്നതും. അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് വല്ല പെട്രോളും മറ്റോ ഈ കാറിൽ കരുതിയിരുന്നോ എന്നടക്കം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ അത്തരത്തിലൊരു സാധ്യത അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തില്ല. ഇനി വല്ല പുറത്തിനി ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. ബാക്കി ഞാൻ കേൾപ്പിക്കാം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തുടക്കത്തിലെ ഒരു ചോദ്യം. ഈ പയ്യൻ പാവമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ കമന്റ് ഞാൻ കണ്ടു. അതുകൊണ്ട് മാത്രമായിട്ടുള്ളൊരു ചോദ്യമാണ്. അവൻ പാവമായിക്കോട്ടെ, റിജിൽ പാവമായിക്കോട്ടെ, പക്ഷേ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ ആരെങ്കിലും പുറകിലത്തെ സീറ്റിൽ ഇരുത്തുമോ? അതാണ് ആദ്യത്തെ ചോദ്യം. എപ്പോഴും ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റുന്നത് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സീറ്റിലാണ്, അല്ലേ? ഫ്രണ്ട് സീറ്റിലാണ് ഏറ്റവും സേഫ്. പക്ഷേ റിജിൽ, വേറെ ആരും ആ കാറില്ല, വേറെ ഒരാളും ആ കാറിലില്ല. ഒരു കുട്ടി അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്ത്രീ പുറകിലിരുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് വയറ്റിലാണ് കുട്ടി, മനസ്സിലായോ? സോ ഷീ സേഫ് വെൻ ഷീ സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് സീറ്റ്. എന്നിട്ടും അവരെ പുറകിലിരുത്തി, വേറെ ആരും ആ കാറിലില്ല. എന്തിന്? ആ കാറിന് തീ പിടിച്ചത് പുറകിൽ നിന്നാണ്, ഫ്രണ്ടിൽ നിന്നല്ല. ഒരു ഷോർട്ട് സർക്യൂട്ടോ യാതൊരു തരത്തിലുള്ള വയറിംഗ് കംപ്ലൈൻറ്റോ ഒന്നും, ഒരു ഷോർട്ട് വരാനായിട്ടുള്ള ഒരു പ്രശ്നവും
ആ വണ്ടിക്കകത്തില്ലായിരുന്നു, പുതിയ കാറാണ്. അങ്ങനെ ഒരു ഷോട്ട് വന്നിട്ടും അല്ല അതിനകത്ത് തീ പിടിച്ചിരിക്കുന്നത് എന്ന് ഫോറൻസിക് വന്ന് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അവരത് പറയുകയും ചെയ്തു. പിടികിട്ടിയോ? നാട്ടുകാർ പറയുന്നത് വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചു എന്നാണ്. ഇത്രയും പൊട്ടിത്തെറിക്കാൻ മാത്രം എന്തായിരുന്നു ആ കാറിൽ? പുറകിൽ നിന്ന് തീ വരുന്നു. കുറേ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൽ പറയുന്നതൊക്കെ കണ്ടു. അതായത് ആ പയ്യനും റിജിലും പാവം സ്വന്തം ഭാര്യയെ സേഫ് ആക്കാൻ പുറകിലിരുത്തിയതാണ്, അവനും പറ്റിയല്ലോ, ഇനി അവളെ അങ്ങനെയല്ല, അവളെ മനഃപൂർവ്വം തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവനും കൂടി ആ കാറിൽ കയറിയിരിക്കുമോ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പെൺകുട്ടിക്ക് എങ്ങനെ പറ്റിയാലും കറങ്ങി തിരിഞ്ഞു വിരൽ ചൂണ്ടി വരുന്നത് റെജിലിൻ്റെ ഫ്രണ്ടിലാണ്. ഒരപകടം നടക്കുമ്പോൾ ആ അപകടത്തിൽ അവനും പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടാൽ കൂടി അവനെ എല്ലാവരും ഒരു പാവത്താൻ മൂഡിലേ കാണുകയുള്ളൂ. അയ്യോ, അവനൊന്നും ചെയ്ത് കാണത്തില്ല. ഇതാണ് നമ്മുടെ കുഴപ്പം. എന്നാൽ എനിക്ക് നല്ല വ്യക്തമായിട്ട് ഇപ്പം സംശയമുണ്ട്, അവൻ്റെ ഒരു കൈ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്ന്. പറയാൻ റീസൺസ് ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് നിങ്ങൾ ബാക്കി കേക്ക്. നീങ്ങുന്നതും എന്തായാലും കൂടുതൽ പരിശോധനാ ഫലം വരേണ്ടിയിരിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാർ ഓടിച്ചിരുന്നത് ഭർത്താവ് റിജിൻലാലാണ്. റിജിൻലാൽ ഈ തീ പിടിച്ച ഉടനെ തന്നെ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിരുന്നു. അതിനാലാണ് റിജിൻ രക്ഷപ്പെട്ടത്. ഇതൊരു വയൽക്കരയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിന് സമീപത്ത് ഒരു തോടും ഉണ്ടായിരുന്നു. ദീപ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കാറിലുണ്ടായിരുന്ന, കാർ ഓടിച്ചിരുന്ന യുവാവിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? റെജീന, ഈ സോനയുടെ ഭർത്താവ് റിജിൻലാൽ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 65% പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണ് റിജിന്റെ ആരോഗ്യസ്ഥിതി. റിജിൻ അവിടെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ, ഈ അപകടം കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു തീഗോളമായാണ് റിജിൻ പുറത്തേക്ക് ചാടിയത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാമേ. 65% ആ പയ്യന്റെ ദേഹവും പൊള്ളിയിട്ടുണ്ട്, ആശുപത്രിയിലാണ്, അത്യസംഘ ഇതിലാണ്. വോട്ടവർ. എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, അവൻ എങ്ങനെ, തീ നല്ല രീതിയിൽ കത്തി പൊട്ടിത്തെറിയായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവും കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ. ആ സീറ്റ് ബെൽറ്റ് തുറന്ന് ഇത്രയും പൊള്ളലേറ്റ വ്യക്തി എങ്ങനെ പുറത്തേക്ക് ചാടി? എങ്ങനെ ചാടി? നേരത്തെ പ്രിപ്പേർഡ് ആയിരുന്നു റിജിൻലാൽ? ഇങ്ങനൊരു സാധനം സംഭവിക്കും, അപ്പോഴത്തേക്ക് ചാടി വെളിയിലേക്ക് ഇറങ്ങണം എന്ന് പ്രിപ്പേർഡ് ആയിരുന്നോ? ഞാനിത് ചോദിക്കാൻ റീസൺ ഉണ്ട്. ഇപ്പം ഞാനിത് ചോദിച്ചുടനെ കുറേ പേര് പിന്നെ തെറി പറയാൻ വരും. നിങ്ങൾക്ക് തെറി പറയാൻ ഞാൻ സമയം തരാം. അതിനു മുമ്പ് നിങ്ങളത് മുഴുവനായിട്ട് കേൾക്കണം. ഞാൻ പറഞ്ഞ ആ വൈരാഗ്യം, എന്തുകൊണ്ട് ഞാൻ ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചു, നിങ്ങൾക്കത് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം. ഇവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആരായിരുന്നു റിജിൻലാൽ? ആരായിരുന്നു ആ പെൺകുട്ടി? ഈ റിജിൻലാൽ ദുബായിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് റിജിൻലാലിന് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അഞ്ജിത, ഈ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. ഇപ്പോൾ സുനയുടെ കുടുംബമാണ് ഈ സംഭവം ആസൂത്രിത കൊലപാതകമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണവും ആവശ്യമാണ്. കുടുംബം സംശയം ഉന്നയിക്കാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സോന ഈ പിൻസീറ്റിലാണ് ഇരുന്നത്. 6 മാസം ഗർഭിണിയായിട്ടും സോനയെ പിൻസീറ്റിലാണ് ഇരുത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ പടർന്നത് എന്ന് ഫോറൻസിക് സംഘവും കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് ഈ വലിയൊരു സ്ഫോടന ശബ്ദം നാട്ടുകാർ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ ഒരു സ്ഫോടനം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്തോ ഒരു വസ്തു കാറിലുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പുതിയ കാറാണ്, വയറിങ്ങിനും മറ്റ് ഇന്ധന ടാങ്കിനും പ്രശ്നങ്ങളില്ല എന്നും ഫോറൻസിക്കിന്റെ കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എന്തോ ഒരു സ്ഫോടന ശബ്ദമോ മറ്റ് ദുരൂഹതയോ ഈ സ്ഫോടന ശബ്ദം ഉണ്ടാകാൻ എന്തോ വലിയൊരു സ്ഫോടക വസ്തു ഈ കാറിലുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. ഒരുപക്ഷെ ഇത് ഒരു ആസൂത്രിത കൊലപാതകം തന്നെയാകുമെന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണമായി പറയുന്നത് ഈ സോനയുടെയും റിജിൻസിന്റെയും കല്യാണം ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു.
കുടുംബങ്ങൾക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള യോജിപ്പും ഈ കല്യാണത്തിനോട് ഉണ്ടായിരുന്നില്ല. ഈ സോനയും റിജിൻ ലാലും വളരെ 3 വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു. അതിനുശേഷമാണ് കല്യാണം കഴിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇങ്ങനെയാണ്. ഈ റിജിൻ ലാൽ ഗൾഫിൽ പോയതിനു ശേഷം മറ്റൊരു യുവതിയുമായി ഈ റിജിൻ ലാലിന്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഇതറിഞ്ഞ് സോന ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. വടകര റെയിൽപാളത്തിൽ ആത്മഹത്യ ചെയ്യാനായി എത്തിയപ്പോൾ പോലീസാണ് സോനയെ രക്ഷപ്പെടുത്തുന്നത്. തുടർന്ന് ഈ സംഭവത്തിൽ കേസ് കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞതിനനുസരിച്ചാണ് ഈ പേരാമ്പ്ര പോലീസിൽ സോനയുടെ കുടുംബം പരാതി കൊടുക്കുന്നത്. അത് കേസായതിനെ തുടർന്നാണ് ഈ സോനയുമായി വീണ്ടും ഈ റിജിൻ ലാൽ അടുക്കുന്നതും ഇതൊരു രജിസ്റ്റർ മാരേജിലേക്ക് എത്തുന്നതും. റിജിൻ ലാൽ ഈ കേസ് ഒഴിവാക്കണമെന്ന് പലപ്പോഴായി ഈ സോനയോട് പറയുകയും അതിന് നിർബന്ധത്തിന് വഴങ്ങി സോന കേസ് ഒഴിവാക്കുകയും ഇവർ കുടുംബങ്ങൾ അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യുകയുമായിരുന്നു. അങ്ങനെ തുടർന്ന് പിന്നീട് ഈ റിജിൻ ലാൽ ഗൾഫിലേക്ക് പോവുകയും തിരിച്ചെത്തി സോന 7 മാസം ഗർഭിണിയാവുകയും ചെയ്തു. പക്ഷെ ഈ വീട്ടിൽ സോന ഗർഭിണിയായതിനു ശേഷം ഈ സോനയെ ചെറുവണ്ണൂരിലെ വീട്ടിലെത്തിച്ചെങ്കിലും പിന്നീട് ഈ റിജിൻ ലാൽ തിരിഞ്ഞു നോക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ കാരണങ്ങളാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കുടുംബം എത്തുന്നത്. രണ്ട് പേരുടെ കയ്യിലും തെറ്റുണ്ട് എന്നാണ് എനിക്കിവിടെ തുടക്കത്തിലേ പറയാനുള്ളത്. എന്തുകൊണ്ടാണെന്നല്ലേ, കഥകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവർ രണ്ടുപേരും 3 വർഷത്തോളം പ്രണയിച്ചു. അതിനുശേഷം ഈ ചേട്ടായി നേരെ ദുബായിൽ പോയി. ഈ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണം, ഇവരുടെ റിലേഷൻ, ഇതൊന്നും ഈ ഒരു പയ്യൻ്റെ വീട്ടുകാർക്കോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അവൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ വേറൊരാളുമായിട്ട് റിലേഷനായി. ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അവൻ അവിടെ ആരുമായിട്ടാണോ റിലേഷൻ ഉണ്ടായിരുന്നത് അവരും ഈ പയ്യൻ്റെ റിജിൻ ലാലിൻ്റെ വീട്ടുകാരും തമ്മിൽ എനിക്ക് തോന്നുന്നു അവർ സംസാരിച്ച് ഇവരുടെ കല്യാണം വരെ ഏകദേശം എത്തിച്ചപ്പോഴാണ് ഈ കാര്യം സോന അറിയുന്നത്. ഇവിടെ നാട്ടിൽ നേരെ പോയി അങ്ങോട്ട് സ്വയം ഇല്ലാതാവാൻ തീരുമാനിച്ചു. അത് കേസായി. പുലിവാല് പിടിച്ചു റിജിൻ ലാൽ. നാട്ടിൽ വന്നു. ഈ കേസ് എങ്ങനെയെങ്കിലും കേസ് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി രണ്ടുപേരും സംസാരിച്ചു. വീണ്ടും യോജിപ്പൊക്കെ ആയി, സെറ്റായി. വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്നറിയാം. പോയി രജിസ്റ്റർ മാരേജ് അങ്ങ് ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോഴത്തേക്ക് കേസും കാര്യങ്ങളും ഒക്കെ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ തിരിച്ചു വീണ്ടും ദുബായിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കഥ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഒന്ന്, അവന് വേണ്ടായെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ്റെ പേരും പറഞ്ഞ് സ്വയമേ ജീവൻ ഇല്ലാതാക്കാൻ നിൽക്കരുതായിരുന്നു. അത് ചെയ്തു. അവൻ പേടിച്ചു, എത്തി, വീണ്ടും കോംപ്രമൈസ് ആക്കി കെട്ടി. പക്ഷെ അപ്പോഴും ഇവൻ്റെ മനസ്സിൽ ദുബായിലുള്ള ആ ആളാണെങ്കിലോ പേടിച്ച് ഇവളിനിയും ഇല്ലാതെയായി എൻ്റെ പെടലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചു പോയി കെട്ടിയതാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനെ ഞാൻ പുണ്യവാളനാക്കുമല്ല കേട്ടോ, ആരും അങ്ങനെ വിചാരിക്കരുത്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഈ പെൺകുട്ടി മരിക്കാൻ ഇല്ലാതെയാവാൻ കാരണം അവനാണെങ്കിൽ അവനെ വെറുതെ വിടരുത്. മനസ്സിലായോ? വെറുതെ വിടാൻ പാടില്ല. അവനിപ്പോൾ എത്ര പൊള്ളൽ കിട്ടി അവൻ ആശുപത്രി കിടക്കുകയാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ബ്രില്യൻസ് യൂസ് ചെയ്ത് കളിക്കുന്ന ആളുകളാണ് കൂടുതൽ. അവനും ആ ദുബായിലുള്ള ആളും കൂടെ പ്ലാൻ ചെയ്ത് അവളെ തീർക്കാം, പക്ഷെ കൂടെ നിനക്കും ഒരു ചെറിയ പണി കിട്ടും, പക്ഷെ ഞാൻ നോക്കിക്കോളാം, അങ്ങനെ വന്നാലേ നിനക്ക് തലേന്ന് അതിനെ ഒഴിവാക്കി രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ആ ദുബായിലിരിക്കുന്ന ആളും ഇവനും കൂടെ പ്ലാൻ ചെയ്താണ് ഈ പരിപാടി ഇവിടെ നടത്തിയെങ്കിൽ, അല്ല ഈ പുറകിൽ നിന്ന് തീ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെ വന്നെങ്കിൽ തന്നെ ആ പെൺകുട്ടി പോയി, അവന് ഇത്രയും തീ ഗോളമായിരുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ അപ്പോഴും അവൻ്റെ മൈൻഡിൽ ആ സീറ്റ് ബെൽറ്റ് ഊരി അവന് വെളിയിലിറങ്ങാൻ പറ്റി. എന്തെങ്കിലും ഒന്ന് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലോ ഒരു സംശയമാണേ, എല്ലാം ഞാൻ പറയുന്നതാണ് കാണണമെന്നില്ല, പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ആ പെൺകുട്ടി അല്ലെങ്കിൽ ഇവളെ പോലുള്ള പെൺകുട്ടികളോടാണ് ഒരിക്കലും സ്വയമേ ജീവൻ എന്തിനാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഓരോ സമയത്തെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ അവൻ വീണ്ടും ലൈഫിലേക്ക് വന്നു. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? രണ്ടുപേരുടെയും ഫാമിലീസ് ഇതുവരെയായിട്ട് ഒന്നിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവൻ പാവമാണെങ്കിൽ പെൺകുട്ടിയുടെ ഫാമിലി എന്തുകൊണ്ടാണ് ഇപ്പം ദുരൂഹത എന്ന് പറയുന്നത്? ചിന്തിക്കണം. ഇനി ശരിക്കും ദുരൂഹതയുണ്ടോ? ഇവൻ മനഃപൂർവ്വം എന്തെങ്കിലും ആ പെൺകുട്ടിയെ അങ്ങ് ഒഴിവാക്കാൻ, വേറെ മാർഗമില്ല. മനസ്സിലായില്ലേ? അവൾ തീരുമെന്ന് പറഞ്ഞപ്പോൾ കയറി കെട്ടിയത്, അവിടെ വേറൊരാൾ വെയിറ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു. സോ
ഒരുപാട് ദുരൂഹത ഈ വിഷയത്തിലുണ്ട്. നല്ല രീതിയിൽ പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ 2 ദിവസത്തെ ഇപ്പം ഇന്നലെ മെയിൻ സ്ട്രീം ചാനൽസിൽ കണ്ടു, ഇന്ന് വലുതായിട്ട് ഈ വിഷയത്തിൻ്റെ വാർത്തകളൊന്നും കാണുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകുന്നൊരു കേസാണെങ്കിൽ ഒന്നും തെളിയത്തില്ല. ഇല്ലെങ്കിൽ ആ വയറ്റിലൊരു കുഞ്ഞ് അതുണ്ടായിരുന്നു, അതിനെങ്കിലും ഓർത്ത് നല്ല രീതിയിൽ അന്വേഷിച്ച് പ്രോപ്പറായിട്ട് അവനൊക്കെ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ പുറകിലും വേറെയും ആളുകൾ അങ്ങ് തുഫായിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും കൊണ്ടുവരണം, കൊടുക്കണം. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.